അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ മക്കളെ, നമ്മൾ പൊതുപരീക്ഷയൊക്കെ എടുക്കാറായിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് 7ാം ക്ലാസ്സിലെ താരിഖ് ഒന്ന് ഓടിച്ചു വിട്ടാലോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ട് ട്യൂഷനൊക്കെ വേണമെന്നുള്ളവർ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് പ്രിയപ്പെട്ട കൊച്ചുമകൻ. എന്താണ് പ്രിയപ്പെട്ട കൊച്ചുമകൻ? എല്ലാവർക്കും അറിയാമായിരിക്കും ഈ പാഠം. ഫസ്റ്റത്തെ പാഠമാണ്, ആരും മറക്കൂല. അപ്പോൾ ഈ പാഠത്തിൽ ആരെ കുറിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആരാണ്? ഹസൻ റളിയല്ലാഹുവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പാഠം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. നോക്കൂ, നബി തങ്ങളുടെ തോളിൽ ഒരു കുട്ടി. നബി തങ്ങളുടെ തോളിലൊരു കുട്ടിയുണ്ട്. തോളിലിരിക്കുന്ന കുട്ടിയെ സ്നേഹത്തോടു കൂടി തലോടിക്കൊണ്ട് നബി തങ്ങൾ പറയുന്നു. അപ്പോൾ നബി തങ്ങളുടെ തോളിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ സ്നേഹത്തോട് തലോടിക്കൊണ്ട് നബി തങ്ങൾ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫ അഹിബ്ബഹു. എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫ അഹിബ്ബഹു. അതായത് അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി തീർച്ചയായും, ഉഹിബ്ബുഹു ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു, ഫ അഹിബ്ബഹു അപ്പോൾ നീയും ഇവനെ ഇഷ്ടപ്പെടണമേ എന്നാണ് പറയുന്നത്. അതായത് എന്താ ഇവിടെ ഉദ്ദേശിച്ചത്? നബി തങ്ങൾ പറയണേ, അല്ലാഹുവേ, നബി പറയാണ് ഞാൻ ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ അല്ലാഹുവേ നീയും ഈ കുട്ടിയെ ഇഷ്ടപ്പെടണമേ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം ഇനി ആരാണ് ഈ കുട്ടിയെന്ന് നമുക്ക് നോക്കാം. ആരാണ് ഈ കുട്ടി? എല്ലാവർക്കും അറിയാം, ഹസൻ റളിയല്ലാഹു അൻഹു ആണ് ഈ കുട്ടിയുടെ പേര്. ഓക്കെ. ഇനി അവരുടെ മാതാപിതാക്കൾ ആരാന്നാണ് അവിടെ പറയുന്നത്. പിതാവ് അലി റളിയല്ലാഹു അൻഹുവും മാതാവ് ഫാത്തിമ ബീവിയുമാണ്. പിതാവ് അലി റളിയല്ലാഹു അൻഹുവും മാതാവ് ഫാത്തിമ ബീവിയുമാണ്. അവരുടെ മകനാണ് ആര്? ഹസൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞത്? നബി തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞു. ഓക്കെ. അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു. ഹദീസല്ല, ഒരു ഇത് പറഞ്ഞു. പിന്നെ അതുപോലെ കുട്ടിയുടെ പേരെന്താണ്, അതുപോലെ അവരുടെ മാതാപിതാക്കൾ ആരാണ്. ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. ആകെ നമ്മൾ 3 പോയിൻറ്റ്സ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ഇനി അവരെവിടെയാണ് ജനിച്ചതെന്ന് നോക്കാം. ഹിജ്റ 3-ാം വർഷം റമളാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. മറക്കരുത്, ഹിജ്റ 3-ാം വർഷം റമളാനിലായിരുന്നു കേട്ടോ ജനിച്ചത്. എവിടെയായിരുന്നു? മദീനയിലാണ് ജനിച്ചത്. അപ്പോൾ മറക്കരുത്, ഹിജ്റ 3-ാം വർഷം റമളാനിലായിരുന്നു. എവിടെയാണ് ജനിച്ചത്? മദീനയിലാണ് ജനിച്ചത്. അപ്പോൾ അദ്ദേഹം ജനിച്ച അന്ന് നബി തങ്ങൾ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. ഓക്കെ. അദ്ദേഹം ജനിച്ച അന്ന് നബി തങ്ങൾ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ട് എന്താ ചെയ്യൽ? കുട്ടിക്ക് മധുരം നൽകി, അതുപോലെ ഹസൻ എന്ന പേരിട്ടു, അതുപോലെ 7-ാം ദിവസം അക്കീക്കത്ത് അറുത്തു, മുടിയുടെ തൂക്കം വെള്ളിദാനം ചെയ്യുവാൻ പറയുകയും ചെയ്തു. ഇത്ര കാര്യങ്ങളാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ച ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ അത് എക്സാമിന് വരും, ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ അത് പഠിച്ചു വെക്കുക. എന്തെല്ലാമായിരുന്നു ചെയ്തിരുന്നത് നമുക്ക് നോക്കാം ഒന്നും കൂടി. അദ്ദേഹം ജനിച്ച ഉടനെ നബി തങ്ങൾ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു. അതുപോലെ കുട്ടിക്ക് മധുരം നൽകി. 2ാമത്തത്. 3ാമത്തത് ഹസൻ എന്ന പേരിടുകയും ചെയ്തു. ഇനി 4ാമത്തത് 7-ാം ദിവസം അക്കീക്കത്ത് അറുത്തു. അതുപോലെ മുടിയുടെ തൂക്കം വെള്ളി ദാനം ചെയ്യുവാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ 5 മാർക്ക് ഉണ്ട് കേട്ടോ. 5 പോയിൻ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. 5 പോയിൻ്റ് ഇവിടെ ഉണ്ട്. വൃത്തിക്ക് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. അതുപോലെ നബിയുടെ ഓക്കെ നബിയോട് വളരെയധികം ശാരീരിക സാമ്യമുള്ള ആളായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ നബിയോട് നല്ല ശാരീരിക സാമ്യം ഉണ്ടായിരുന്നു. അതുപോലെ നബിയുടെ ശരീര ആ ഒരു ഇതൊക്കെ പോലെ തന്നെ ആയിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. ഏകദേശം ഒരു സാമ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് കേട്ടോ പറയുന്നത്. സ്വഭാവം, ഇബാദത്തുകൾ തുടങ്ങിയവയിൽ വളരെ നിഷ്കർഷത പുലർത്തുന്ന ഒരാളായിരുന്നു അദ്ദേഹം. നല്ല സ്വഭാവമുള്ള ഒരാളായിരുന്നു. അതുപോലെ നിസ്കാരത്തിലും ഇബാദത്തിലൊക്കെ നല്ല നിഷ്കർഷത ഉള്ള പുലർത്തുന്ന ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ സ്വഭാവം ചോദിച്ചാൽ സ്വഭാവം, ഇബാദത്തുകളിൽ അത് എഴുതി വെക്കുക കേട്ടോ. സ്വഭാവം, ഇബാദത്തുകളിൽ വളരെ നിഷ്കർഷത പുലർത്തുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഓക്കെ. ഇനി വേറൊരു കാര്യം പറയാൻ പോവുകയാണ് കേട്ടോ. അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ
തലസ്ഥാനമായ കൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. അപ്പോൾ ആരാണ് അലി റളിയല്ലാഹു അൻഹു? പിതാവായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ തലസ്ഥാനമായിരുന്ന കൂഫയിലെ ജനങ്ങൾ എന്ത് ചെയ്തു? ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. പക്ഷേ ഡമസ്കസിലെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഡമസ്കസിലെ ഗവർണർ ആരായിരുന്നു? മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ തലസ്ഥാനായ കൂഫയിലെ ജനങ്ങൾ ആരെ ബൈഅത്ത് ചെയ്തു? ഹസൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തു. പക്ഷേ ഡമസ്കസിലെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹു ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെന്ത് ചെയ്തു? ക്രമേണ അവർ തമ്മിലുള്ള അകലം വർദ്ധിച്ചു. ഇതിങ്ങനെ പോയി അകലം വർദ്ധിച്ചു. അതുപോലൊരു യുദ്ധത്തിനുള്ള സാഹചര്യം കൂടി വന്നു. ഇതിങ്ങനെ കൂടി വന്ന് ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഉണ്ടാവാനുള്ളൊരു ഉരുണ്ടുകൂടുകയും ചെയ്തു. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. അതായത് അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ തലസ്ഥാനമായിട്ടുള്ള കൂഫയിലെ ജനങ്ങൾ എന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. അപ്പോൾ ഡമസ്കസിലെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഉരുണ്ടുകൂടുകയും ചെയ്തു. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയ റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തു. ഓക്കെ, ഇതിങ്ങനെ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ തന്നെ മറക്കൂല. ഓക്കെ, അപ്പോൾ ഇത് എന്നായിരുന്നു സംഭവിച്ചിരുന്നത്? ഹിജ്റ 40 ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷത്തെ ആമുൽ ജമാ അല്ലെങ്കിൽ ഐക്യവർഷം എന്നറിയപ്പെടുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും, എന്തായിരുന്നു ആമുൽ ജമാ അല്ലെങ്കിൽ ഐക്യവർഷം, ഏത് വർഷമായിരുന്നു നടന്നിരുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് നല്ല രീതിയിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ എന്ത് ചെയ്തു? ഖലീഫയായി ബൈഅത്ത് ചെയ്തു. അപ്പോൾ ഡമസ്കസിലെ ഗവർണർ ആരായിരുന്നു? മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. ക്രമേണ അവരുടെ അകലം വർദ്ധിച്ചു. അതുപോലെ യുദ്ധത്തിനുള്ള സാഹചര്യം ഉരുണ്ടുകൂടി. അപ്പോൾ ഇത് ഒഴിവാക്കാൻ ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം വിട്ടുകൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതെന്നായിരുന്നു സംഭവിച്ചിരുന്നത്? ഹിജ്റ 40 സംഭവിച്ചത്. അപ്പോൾ ഈ വർഷത്തിന് എന്ത് പറയുന്നു? ഈ വർഷത്തിന് ആമുൽ ജമാ ഐക്യവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു. മറക്കരുത് കേട്ടോ. അങ്ങനെ അധികാരം എന്ത് ചെയ്ത്? ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് കൈമാറിയിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു എവിടേക്ക് പോയി? മദീനയിലേക്ക് തന്നെ മടങ്ങി. ഓക്കെ, അങ്ങനെ ഹിജ്റ 49 വിഷബാധയേറ്റ് അദ്ദേഹം വഫാത്തായി. അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് വഫാത്തായത്? വിഷബാധയേറ്റാണ് വഫാത്തായത്. ഓക്കെ, അപ്പോൾ അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് കൈമാറി മദീനയിലേക്ക് മടങ്ങി. അതുപോലെ എങ്ങനെയാണ് ഹസൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്? വിഷബാധയേറ്റാണ് മരണപ്പെട്ടത്. എന്നാണ് മരണപ്പെട്ടത്? ഹിജ്റ 49 വഫാത്തായത്. ഓക്കെ, എവിടെയാണ് മറവ് ചെയ്യപ്പെട്ടത്? ജന്നത്തുൽ ബഖീലാണ് അവരുടെ ഖബർ. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ എന്താ പറയുന്നത് ജസ്റ്റ് ഒന്നും കൂടി ഓടിച്ചിട്ട് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതിലെന്തൊക്കെയാണ് പറഞ്ഞത്? പാഠത്തിൻ്റെ പേര് പ്രിയപ്പെട്ട കൊച്ചുമകൻ, നബിതങ്ങളെ തോളിലൊരു കുട്ടി, ആ തോളിലിരിക്കുന്ന നബിതങ്ങൾ എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു, അള്ളാഹുവേ ഞാൻ ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്നു, നീയും ഇവനെ ഇഷ്ടപ്പെടണമേ. ഓക്കെ, ഈ കുട്ടിയുടെ പേരാണ് ഹസൻ റളിയല്ലാഹു അൻഹു, പിതാവ് അലി റളിയല്ലാഹു അൻഹു, മാതാവ് ഫാത്തിമ ബീവി. ഓക്കെ, എന്നാണ് ജനിച്ചത്? ഹിജ്റ 3 റമളാനിലായിരുന്നു ജനിച്ചത്. ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിലാണ് ജനിച്ചത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ജനിച്ച ഉടനെ എന്താ പറയുക, നബി തങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, 5 കാര്യങ്ങളുണ്ട്, പഠിച്ചു വെക്കുക. വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു, കുട്ടിക്ക് മധുരം നൽകി, ഹസൻ എന്ന പേരിട്ടു,
7-ാം ദിവസം അക്കീക്കത്ത് അറുത്തു മുടിയുടെ തൂക്കം വെള്ളി ദാനം ചെയ്യുവാൻ പറയുകയും ചെയ്തു. അതുപോലെ നബിയോട് വളരെ ശാരീരിക സാമ്യമുള്ള ആളാണ് ആര്? ഹസൻ റളിയല്ലാഹു അൻഹു. ഇനി അവരുടെ സ്വഭാവം പറയുന്നുണ്ട്. സ്വഭാവം, ഇബാദത്തുകളിൽ ഒക്കെ നല്ല നിഷ്കർഷത പുലർത്തുന്ന ആളായിരുന്നു. അതിനുശേഷം ഇവിടെ എന്താണ് ഐക്യവർഷം എന്നാണ് പറയുന്നത്? എന്താണ് ഐക്യവർഷം അല്ലെങ്കിൽ ആമുൽ ജമാ എന്നാണ് പറയുന്നത്? എന്താണ്? അലി റളിയല്ലാഹു അൻഹു, അതായത് പിതാവ് വഫാത്തായപ്പോൾ തലസ്ഥാനായ കൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്തു. എന്നാൽ ഇത് ഡമസ്കസിലെ ഗവർണറിന് യോജിപ്പുണ്ടായിരുന്നില്ല. അത് അവർ തമ്മിലുള്ള അകലം വർദ്ധിച്ചു. അതുപോലെ യുദ്ധത്തിലേക്ക് അടുത്തു. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം വിട്ടുകൊടുത്തു. ഇത് ഹിജ്റ 40-ലായിരുന്നു. ഈ വർഷം ആമുൽ ജമാ എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ അധികാരം കൊടുത്ത ശേഷം മദീനയിലേക്ക് മടങ്ങി. ഹിജ്റ 49-ൽ വിഷബാധയേറ്റ് മരണപ്പെട്ടു. ജന്നത്തുൽ ബഖീയിലാണ് അവരുടെ ഖബർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ ക്വസ്റ്റ്യൻ ആൻസറും കൂടി നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം അല്ലേ. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാപിതാക്കൾ ആരായിരുന്നു? ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാപിതാക്കൾ ആരായിരുന്നു? കുറേ വട്ടം പറഞ്ഞു. പിതാവ് അലി റളിയല്ലാഹു അൻഹുവും മാതാവ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവുമായിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഏത് വർഷം ഏത് മാസം? അതിനിയും പറയുന്ന ആവശ്യമില്ലല്ലോ. എന്നാണ്? ഹിജ്റ 3-ാം വർഷം റമളാനിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചില്ല. ഇനി മറക്കരുത്. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാപിതാക്കൾ, മാതാവ് ഫാത്തിമ ബീവി, അതുപോലെ പിതാവ് അലി റളിയല്ലാഹു അൻഹു. ഇനി ജനിച്ചത് ഹിജ്റ 3-ാം വർഷം, മാസം റമളാൻ മാസം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു ആരാണ്? കൂഫയിലെ ജനങ്ങൾ. ഇനി അതും മറക്കരുത് കേട്ടോ. ഇനി നാലാമത്തത് ആമുൽ ജമാ എന്നറിയപ്പെടുന്ന വർഷം ഏതാണ്? 40, ഹിജ്റ 40-ാം വർഷം. ഓക്കെ, മറക്കരുത്. അപ്പോൾ അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അഞ്ചാമത്തത്, ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം ഏതാണ്? 49, ഹിജ്റ 49. എങ്ങനെയാണ് വഫാത്തായത്? നമ്മൾ പഠിച്ചിരുന്നു. വിഷബാധയേറ്റാണ് വഫാത്തായത്. അപ്പോൾ അത് മറക്കരുത്. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെയാണ്? ജന്നത്തുൽ ബഖീയിൽ. അതും മറക്കരുത്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ വിവരിക്കുക. ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ നബി തങ്ങൾ എന്തെല്ലാം ചെയ്തു? 5 കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെയായിരുന്നു? നബി തങ്ങൾ ജനിച്ചന്ന് വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു. അതുപോലെ മധുരം നൽകി. ഹസൻ എന്ന പേരിട്ടു. 7-ാം ദിവസം അക്കീക്കത്ത് അറുത്തു. പിന്നെന്താണ്? അവസാനം മുടിയുടെ തൂക്കമനുസരിച്ച് വെള്ളി ദാനം ചെയ്യുവാൻ പറയുകയും ചെയ്തു. അങ്ങനെ അതും പഠിച്ചു. ആമുൽ ജമാ നമുക്കറിയാം. പിതാവ് വഫാത്തായപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. ഇത് ഡമസ്കസിലെ ഗവർണറിന് യോജിപ്പുണ്ടായിരുന്നില്ല. അത് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഇനി മറക്കരുത്. ഇനി ഓക്കെ, ഇനി അവസാനമായിട്ട് വരുന്നത് പൂരിപ്പിക്കാം. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം എന്നാണ് നമുക്കറിയാം. ഹിജ്റ 3-ാം വർഷം റമളാനിൽ. പിതാവ് അലി റളിയല്ലാഹു അൻഹു, മാതാവ് ഫാത്തിമ. അതുപോലെ മരണം ഹിജ്റ 49-ലെ, ഖബർ ജന്നത്തുൽ ബഖീൽ. അപ്പോൾ ഇതൊന്നും മറക്കരുത്. നമ്മൾ ഫുള്ളായിട്ട് പഠിച്ചു. ഇതിന് എന്ത് വന്നാലും നിങ്ങൾക്ക് എങ്ങനെയും എഴുതാൻ സാധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ ക്ലിയർ തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.